കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആപ്തവാക്യം ഗീർണ ശ്രേയ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആപ്തവാക്യം എന്താണ്? ഗീർണ ശ്രേയ. ഏഷ്യൻ ഗെയിംസിൻ്റെ മുൻഗാമിയായി വിശേഷിപ്പിക്കുന്നത് ഫാർ ഈസ്റ്റേൺ ചാമ്പ്യൻഷിപ്പ് ഗെയിംസ് എന്നാണ്. ഏഷ്യൻ ഗെയിംസിൻ്റെ മുൻഗാമിയായി വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഫാർ ഈസ്റ്റേൺ ചാമ്പ്യൻഷിപ്പ് ഗെയിംസ് എന്നാണ്. കായിക താരങ്ങളും കൃതികളും. സാനിയ മിർസ. എയ്ഡ്സ് എഗനിസ്റ്റ് ഓഡ്സ് എന്നാണ്. എയ്ഡ്സ് എഗനിസ്റ്റ് ഓഡ്സ് എന്നുള്ള കൃതിയാണ് സാനിയ മിർസയുടെ ഓട്ടോബയോഗ്രഫിയാണ് എയ്ഡ്സ് എഗനിസ്റ്റ് ഓഡ്സ്. സൈന നെഹ്വാൾ. സൈന നെഹ്വാളിൻ്റെ പ്ലേയിങ് ടു വിൻ എന്നാണ്. സൈന നെഹ്വാളിൻ്റെ എന്താണ്? പ്ലേയിങ് ടു വിൻ എന്നാണ്. മേരി കോം അൺബ്രേക്കബിൾ എന്നാണ്. മേരി കോമിൻ്റെ കൃതിയുടെ പേരെന്താണ്? അൺബ്രേക്കബിൾ. മിൽഖ സിംഗിൻ്റെ കൃതിയാണ് ദ റേസ് ഓഫ് മൈ ലൈഫ് എന്നറിയപ്പെടുന്നത്. മിൽഖ സിംഗിൻ്റെ കൃതി എന്താണ്? ദ റേസ് ഓഫ് മൈ ലൈഫ് എന്നാണ്. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് ഗ്രാസ് മാർഷലാണ്. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് ഗ്രാസ് മാർഷലാണ്. മൊസാംബിക്കിലെ മനുഷ്യാവകാശ പ്രവർത്തകയും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമാണ് ഗ്രാസ് മാർഷൽ എന്നറിയപ്പെടുന്നത്. മൊസാംബിക്കിലെ മനുഷ്യാവകാശ പ്രവർത്തകയും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യ പോഷണം, സാമ്പത്തിക ശാക്തീകരണം, ദുരിത സാഹചര്യങ്ങളിലെ മാനുഷിക സേവനം തുടങ്ങിയ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ് എന്ത് ലഭിച്ചത്? പുരസ്കാരം ലഭിച്ചത്. വിദ്യാഭ്യാസം, ആരോഗ്യ പോഷണം, സാമ്പത്തിക ശാക്തീകരണം, ദുരിത സാഹചര്യങ്ങളിലെ മാനുഷിക സേവനം തുടങ്ങിയ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ് ഗ്രാസ് മാർഷൽക്ക് പുരസ്കാരം ലഭിച്ചത്. 1 കോടി രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 1 കോടി രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പട്ന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. പട്ന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ്. 2026 അന്തർദേശീയ വനിതാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഗിവ് ടു ഗെയിൻ എന്നാണ്. 2026 അന്തർദേശീയ വനിതാ ദിനത്തിൻ്റെ പ്രമേയം ഗിവ് ടു ഗെയിൻ. കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതെന്നാണ്? 2025 നവംബർ 1 2025 നവംബർ 1 കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. 64ാമത് സ്കൂൾ കലോത്സവം നടന്നത് തൃശ്ശൂരാണ്. 64ാമത് സ്കൂൾ കലോത്സവം നടന്നത് എവിടെയാണ്? തൃശ്ശൂർ.